അന്തരിച്ച ഗായകൻ പി ജയചന്ദ്രന്റെ സംസ്കാരം ഇന്ന് വൈകിട്ട് 3:30 തറവാട് ശ്മശാനത്തിൽ നടക്കും. പൂങ്കുന്നത്ത് നിന്ന് പറവൂരിലേക്ക് അവസാന യാത്ര പുറപ്പെട്ടു. വിവരങ്ങളുമായി ശ്യാം പ്രസാദ് ഉത്തമൻ ചേരുന്നുണ്ട്. ശ്യാം, ഇപ്പോൾ ആംബുലൻസ് എവിടെ എത്തി? എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതികൾ നൽകിയ ശേഷം തൃശ്ശൂരിൽ നിന്ന് ഏകദേശം 7:45 ശേഷമാണ് മൃതദേഹവും വഹിച്ചുള്ള ആംബുലൻസ് പുറപ്പെട്ടത്. ഇപ്പോൾ ഈ മൃതദേഹവും വഹിച്ചുള്ള ആംബുലൻസ് ഇപ്പോൾ കരുവന്നൂർ കടന്നിരിക്കുന്നു. ഇവിടെ നിന്ന് ഇനി നേരെ പോകുന്നത് ഇരിങ്ങാലക്കുട നാഷണൽ പബ്ലിക് സ്കൂളിലേക്കാണ്. ഈ സ്കൂളിലാണ് ജയചന്ദ്രൻ പഠിച്ചത്. അതുകൊണ്ട് തന്നെ ആ സ്കൂളിൽ കുറച്ച് അല്പനേരം വെക്കും. അവിടുത്തെ അന്നത്തെ സഹപാഠികളുണ്ട്, അതോടൊപ്പം തന്നെ ആ സ്കൂളിലെ ആളുകളുണ്ട്, നാട്ടുകാരുണ്ട്. അങ്ങനെ അവരുടെ ഒരു ആദരവ് അവിടെ ഈ മൃതദേഹത്തിന് നൽകുന്നുണ്ട്. അതിനുശേഷമായിരിക്കും പിന്നീട് അവിടെ നിന്ന് ഈ പാലിയത്തേക്ക് പോവുക. ഈ ഇരിങ്ങാലക്കുട നാഷണൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ഈ അവിടെ ഉണ്ടായിരുന്ന സംഗീത അധ്യാപകൻ്റെ അടുക്കൽ നിന്നാണ് പിന്നീട് ജയചന്ദ്രൻ സംഗീതം പഠിക്കുകയും മറ്റുമൊക്കെ ചെയ്തത്. അതിനുശേഷമാണ് പിന്നീട് ഈ പിന്നണി ഗാന രംഗത്തേക്കടക്കം കടന്നു വരുന്നത്. എന്തായാലും ഇപ്പോൾ ഇരിങ്ങാലക്കുട നാഷണൽ പബ്ലിക് സ്കൂളിലേക്ക് ഈ മൃതദേഹവും വഹിച്ചുകൊണ്ട് പോവുകയാണ്. ഈ മന്നത്ത് വീട്ടിൽ നിന്ന് ആ പാലിയത്തേക്കുള്ള ആ യാത്രയാണ്. അതായത് തൃശ്ശൂരാണ് ജയചന്ദ്രൻ്റെ ഒരു ഇടം. ആ ഇടത്തിൽ നിന്ന് ആ ജനിച്ച നാട്ടിലേക്ക്, അതായത് രവിപുരത്ത് നിന്ന് പിന്നീട് ഇരിങ്ങാലക്കുടയിലേക്ക് മാറി ഈ പാലിയം തറവാട്, ആ പാലിയം തറവാട്ടിലാണ് ഈ ജയചന്ദ്രനെ സംബന്ധിച്ചോളം ജനിച്ചതും മറ്റുമൊക്കെ. ആ തറവാട്ടിലേക്ക് ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ ഈ മൃതദേഹം അങ്ങോട്ടേക്ക് എത്തിച്ചേരും. ഇനി ഇരിങ്ങാലക്കുട പബ്ലിക് സ്കൂളിലേക്കുള്ള യാത്രയിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ യാത്രയ്ക്കൊപ്പം അനുഗമിക്കുന്നത് മന്ത്രിമാരായിട്ടുള്ള കെ രാജൻ, അതോടൊപ്പം തന്നെ ആർ ബിന്ദു, ജില്ലാ കളക്ടർ അടക്കമുള്ളവരുണ്ട്. പോലീസ് എസ്കോർട്ടോടുകൂടി സംസ്ഥാന സർക്കാരിൻ്റെ ബഹുമതികളടക്കം നൽകിയാണ് തൃശ്ശൂരിൽ നിന്ന് മൃതദേഹവും വഹിച്ചുകൊണ്ട് ഇപ്പോൾ ആംബുലൻസ് മുന്നോട്ട് പോകുന്നത്. ഇനി പാലിയത്തേക്ക് ഏകദേശം ഈ ഇരിങ്ങാലക്കുടയിലെ ആ പൊതുദർശനത്തിൽ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പാലിയത്തേക്കുള്ള യാത്രയാണ്. പാലിയത്ത് പിന്നീട് അവിടെ ഒരു പൊതുദർശനം എന്നോണം അവിടെ ആളുകൾക്ക് കാണാനും മറ്റുമൊക്കെ സൗകര്യം ഒരുക്കുന്നുണ്ട്. ഏകദേശം ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷം ആ സംസ്കാര ചടങ്ങുകൾ നടക്കാനാകും എന്ന രീതിയിലാണ്. ശ്യാം, എന്തായാലും ഭാവഗായകന്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് ആണ് പോകുന്നത്. അദ്ദേഹം പഠിച്ച സ്കൂളിലാണ് ഇനി പൊതുദർശനം ഉണ്ടാവുക.